ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ ബാബു മാത്യൂസ് എന്നാണ്. ഞാനിത് വളരെ കൗതുകമുള്ള ഒരു കാര്യം ഈ ഒരു ഷോർട്ട് വീഡിയോ ലെക്ചറിലൂടെ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് കൗതുകം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് പൂർണ്ണമായും കണ്ടു കഴിയുമ്പോൾ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവും. കൗതുകം മാത്രമല്ല, ഗൗരവം ഉണ്ടെന്ന് മനസ്സിലാവും. ഞാനൊരു ചോദ്യത്തോടു കൂടി ആരംഭിക്കാം. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഒരു ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, മുത്തച്ഛൻ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ഒന്നിച്ച് ജീവിച്ച് ജീവിതാനുഭവമുള്ള ആൾക്കാരാണ്? ഇതൊരു ചോദ്യമാണ്. എനിക്കറിയാം പലർക്കും അങ്ങനെ ഇന്നത്തെ ഈ അണുകുടുംബ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ യങ് ജനറേഷനാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഓൾഡ് ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്ക് അതിനുള്ള ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലൊരു പ്രശ്നം നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അലമ്പ് കാണിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ വന്ന് ശകാരിക്കുന്നതും അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു കാലത്ത് ഈ മുത്തച്ഛനോ മുത്തശ്ശിയോ ആയിരിക്കും. പക്ഷേ ഇന്ന് ആ ഒരു സംസ്കാരമൊക്കെ മാറി നമ്മൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുണ്ടാവില്ല. പക്ഷേ ഒരു ഭാഷാ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരു മുത്തച്ഛനും ഒരു മുത്തശ്ശിയുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അലസതയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ എന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം, തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഭാഷയിൽ അർത്ഥമാക്കുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ടല്ലേ. സിംഗിങ് എന്നോ ഡാൻസിങ് എന്നോ പ്ലേയിങ് എന്നോ ഇങ്ങനെ ഉള്ള ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കും. അതെല്ലാം വേർബ്സ് എന്നാണ് നമ്മൾ പറയുക. പൊതുവേ വേർബ്സ് എന്നാണ് പറയുക. ഡിനോട്ടിങ്, എ വേർഡ് ഡിനോട്ടിങ് ആക്ഷൻ എന്നാണ് വേർബിൻ്റെ ചുരുക്കിയുള്ള ഒരു നിർവചനം. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എന്ത് പദവും അതൊരു ക്രിയയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വേർബ് ക്രിയയാണ്. അങ്ങനെ നമ്മൾ ഈ നിത്യേന ഭാഷ ഉപയോഗിക്കുന്ന ഒരുപാട് വേർബ്സ് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വളരെ ഷോർട്ടായിട്ട് പറയാം. 3 തരം വേർബ്സാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. ഒന്ന് മെയിൻ വേർബ് എന്ന് പറയും. അത് ഡയറക്റ്റ്ലി ഡിനോട്ടിങ് എൻ ആക്ഷനാണ്. ഉദാഹരണത്തിന് പ്ലേ എന്ന് പറഞ്ഞാൽ, സിംഗ് എന്ന് പറഞ്ഞാൽ, ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്? ഡിനോട്ടിങ് എൻ ആക്ഷൻ ഡയറക്റ്റ്ലിയാണ്. അതാണ് മെയിൻ വേർബ്. പക്ഷെ മറ്റൊരു തരം വേർബുകളുണ്ട്. അത് ഓക്സിലിയറി വേർബ്സ് എന്നാണ് പറയുക. ഓക്സിലിയറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നാണ് പറയുക. അതായത് നമ്മളൊരു സെൻറ്റൻസ് വളരെ അർത്ഥപൂർണ്ണമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സഹായക്രിയകളാണ് ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ്. ഉദാഹരണത്തിന് നമ്മൾ ആം, ഈസ്, ആർ എന്ന ഓക്സിലറീസ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കും. വാസ്, വെയർ എന്ന പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. വിൽ, ഷാൽ എന്ന ഫ്യൂച്ചർ ടെൻസിലും ഉപയോഗിക്കും. അറിയാലോ, നമ്മളെല്ലാം ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ ഇത് ശരിക്കു പറഞ്ഞാൽ ഇതിനു പുറമെ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് മൊഡാൽ ഓക്സിലറീസ് എന്നാണ്, അല്ലെങ്കിൽ മൊഡാൽസ് എന്നാണ്. MODALS, മൊഡാൽസ് എന്നാണ്. ഈ മൊഡാൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കാറ്റഗറിയാണ്. അതിൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറീസ് ചെയ്യുന്ന അതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അത്രയും ഓഫൺ, അതായത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കാറില്ല എന്നതാണ് മൊഡാൽസിൻ്റെ പ്രത്യേകത. ക്യാൻ, കുഡ്, ഓട്ട്, മസ്റ്റ്, നീഡ്, ഷുഡ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഈ മൊഡാൽസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ 3 തരം വേർബ്സ് ഉണ്ടെന്ന് മനസ്സിലായി. മെയിൻ വേർബ്സ് ഡിനോട്ടിങ്, ഡയറക്ട്ലി ഡിനോട്ടിങ് എൻ ആക്ഷൻ. രണ്ടാമത്തെ ഹെൽപ്പിംഗ് വേർബ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു മേക്ക് എ സെൻറ്റൻസ് മീനിങ് ഫുൾ. അതേപോലെ മൂന്നാമത്തെ കാറ്റഗറിയാണ് മൊഡാൽസ്, നോട്ട് വെരി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. പക്ഷേ നമ്മൾ അത് ഉപയോഗിച്ചാൽ മാത്രമേ സെൻറ്റൻസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം കിട്ടുകയുള്ളൂ. ഇങ്ങനെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, പല തലമുറകളായിട്ട് ഒരു ഗ്രാൻഡ് ഫാദറിൽ നിന്നോ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. കാരണം അറിയോ, ഒരു ചെറിയ വാക്കുണ്ട് ഇംഗ്ലീഷിൽ, 2 ലെറ്റേഴ്സ് മാത്രമുള്ള ബി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. BE. ഇതിൻ്റെ പിൻതലമുറക്കാരാണ്, പല ജനറേഷൻസാണ് ഈ മുത്തശ്ശിയുടെ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ പിൻതലമുറക്കാരാണ് ഈ ആം, ഈസ്, ആർ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന, വാസ്, വെയർ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന, വിൽ, ഷാൽ, അതേപോലെ ബാക്കിയുള്ള ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറീസ്, മൊഡാൽസ്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ തുടങ്ങിയതൊരു കൗതുകത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ വേർബ്സിനെ കുറിച്ചും മറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചും, എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതും അതേപോലെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്നതൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം.
എന്തായിരുന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റ് ഒരു ഷോർട്ട് വീഡിയോയുമായി.